ഇന്ത്യൻ ആർമിയിൽ സ്ഥിരജോലി ആഗ്രഹിക്കുന്ന വനിതകൾക്ക് പുതിയൊരു അവസരം കൂടി ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കൂട്ടുകാരികളായിട്ടുള്ള അല്ലെങ്കിൽ സഹോദരികളായിട്ടുള്ള ഒരുപാടധികം പേരുണ്ടാവും, അവരിലേക്ക് പെട്ടെന്ന് ഷെയർ ചെയ്യുക, എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അൺമാരീഡ് ആയിട്ടുള്ള ഫീമെയിൽസിനാണ് പുതിയൊരു അവസരം ഇപ്പോൾ ഓൺലൈനായിട്ട് ഇന്ത്യൻ ആർമി വിളിച്ചിട്ടുള്ളത്. ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് SSC ടെക് വുമൻ്റെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ വിഡോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടി വന്നിട്ടുണ്ട്. വിഡോസ് എന്ന് പറയുമ്പോൾ ആർമി, അതുപോലെ തന്നെ ആർമഡ് ഫോഴ്സസിൽ ഡിഫൻസ് പേഴ്സണലായിട്ട് അവിടുന്ന് വർക്ക് ചെയ്യുമ്പോൾ മിസ്സിങ് അല്ലെങ്കിൽ ഡെത്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വൈഫാണ് ഇവിടെ വിഡോസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരുടെ ഏജും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോർമൽ എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന ഏജ് എന്ന് പറയുന്നത് 20 to 27 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. 1 ഏപ്രിൽ 2000 31 മാർച്ച് 2007 ഈ ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം. മറ്റേത് ഇവിടെ കാണാൻ സാധിക്കും 35 വയസ്സാണ് പറഞ്ഞിട്ടുള്ളത് എന്നും കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതിന് ഫിസിക്കൽ ടെസ്റ്റ് വരുന്നത് ഏകദേശം 2.4 കിലോമീറ്റർ ഓട്ടം 13 മിനിറ്റിൽ, പുഷപ്സ് 15 തവണ, പുള്ളപ്പ് ഏകദേശം 2 തവണ, സിറ്റപ്സ് 25 തവണ, സ്ക്വാട്സ് 2 സെറ്റ്സിൻ്റെ 30 റിപ്പീറ്റേഷൻസ്, ലഞ്ചസ് 2 സെറ്റ് ഓഫ് 10 റിപ്പീറ്റേഷൻസ് ആൻഡ് സ്വിമ്മിങ് പറയുന്നത് കാണാൻ സാധിക്കും. അതിൻ്റെ ഫണ്ടമെൻറ്റൽസ്, നീന്താനുള്ള ഒരു ബേസിക് അറിവുണ്ടായാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ് സ്വിമ്മിങ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷനും കൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കി പോകാവുന്നതാണ്. അത് തന്നെ ക്വാളിഫിക്കേഷൻ ഫോർ വിഡോസിൻ്റെ നമുക്ക് നോക്കാം. അതായത് ആർമഡ് ഫോഴ്സിൽ നിന്ന് വീരമൃത്യുവൊക്കെ വരിച്ചിട്ടുള്ള അങ്ങനെയുള്ളവരാണെങ്കിൽ SSCW എന്ന് പറയും. അപ്പോൾ അതിനെ അപേക്ഷിക്കാൻ ഗ്രാജുവേറ്റ് മതി, ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ ഉണ്ടായാൽ മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അത് നോൺ ടെക് ആണ്. ടെക് ആകുമ്പോൾ BE BTech വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ BE BTech ഉണ്ടെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഇനി ജനറലി എല്ലാവർക്കും അപേക്ഷിക്കേണ്ട ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. അതിൽ പറയുന്നത് കാൻഡിഡേറ്റ് ടു ഹാവ് പാസ് ദി റിക്വയർഡ് എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ്. അത് ഏതൊക്കെയാണെന്ന് മുമ്പോട്ടേക്ക് പറയും. അതുപോലെ ഫൈനൽ ഇയർ എഞ്ചിനീയറിംഗ് ഡിഗ്രി പഠിക്കുന്നവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. എലിജിബിലിറ്റി ടു അപ്ലൈ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണെന്ന് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. സിവിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആൺകുട്ടികളുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, നേരത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സിവിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ തന്നെ എഞ്ചിനീയറിംഗ് സ്ട്രീമും അതുപോലെ തന്നെ ഏകദേശം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്ട്രീമുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇക്വാലൻ്റ് സ്ട്രീം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 7 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. ഓൾമോസ്റ്റ് നിങ്ങൾ പഠിക്കുന്ന എല്ലാവിധ എഞ്ചിനീയറിംഗ് ഡിഗ്രിയും ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. എല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓരോന്ന് പറഞ്ഞു പോകണ്ട. ടോട്ടൽ 29 ഒഴിവുകളാണുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പരീക്ഷ ഉണ്ടാവില്ല എന്ന് ഓർത്തിരിക്കുക. അതുപോലെ പ്രത്യേകം നിങ്ങളടുത്ത് പറയാനുള്ള കാര്യം, ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് SSB ഇൻ്റർവ്യൂ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക. SSB ഇൻ്റർവ്യൂ എന്താണെന്ന് അറിയില്ലെങ്കിൽ ലൈഫ് ട്രാക്ക് മലയാളം SSB ഇൻ്റർവ്യൂ എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. നമ്മൾ മുമ്പ് ഡീറ്റെയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് തന്നെ നിങ്ങൾ എൻ്റർ ആകാൻ പോകുന്നത് ലെഫ്റ്റനൻറ്റ് റാങ്കിലേക്കാണ്. അതിനുശേഷം ക്യാപ്റ്റൻ, മേജർ ഇങ്ങനെ പ്രൊമോട്ട് ആവും. അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യും, സാലറി ഇൻക്രീസും കാര്യങ്ങളൊക്കെ നൽകും. അതുപോലെ തന്നെ മിലിറ്ററി സർവീസ് പേ എന്ന് പറയുന്ന അലവൻസ് ഏകദേശം 15,500 രൂപ ലെഫ്റ്റനൻറ്റ് മുതൽ ബ്രിഗാഡിയർ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ലഭിച്ചുകൊണ്ടിരിക്കും. ബ്രിഗാഡിയർ പോസ്റ്റ് എത്തുമ്പോൾ തന്നെ ഏകദേശം 2,17,600 രൂപ പരമാവധി ശമ്പളമുണ്ട്. അതിൻ്റെ കൂടെയുള്ള ഒരു ആനുകൂല്യം മാത്രമാണിത്. അതിൻ്റെ അടിയിൽ ഒരുപാട് ആനുകൂല്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ആനുകൂല്യങ്ങളാണ്. 56,100 നമ്മുടെ ഈ സമയത്താണ് ട്രെയിനിങ് ആ ഒരു ടൈമിലുള്ള സംഭവമാണ്. പിന്നെ അലവൻസ്, അതർ അലവൻസ് എന്ന് പറഞ്ഞിട്ട് ഡ്രസ് അലവൻസ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പാരാ റിസർവ് അലവൻസ് കൊടുത്തിട്ടുണ്ട്. ഡ്രസ് അലവൻസ് ഏകദേശം 20,000 രൂപേൻ്റെ അടുത്തൊക്കെ ലഭിക്കുന്നതായിട്ട് കാണാറുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ടയർ 1 അലവൻസ്, ടയർ 2 അലവൻസ് എന്നൊക്കെ പറഞ്ഞ് ടെക്നിക്കൽ അലവൻസ് കൊടുത്ത് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നിരവധി അലവൻസ് ഉണ്ട് കേട്ടോ. ഒരുപാട് അലവൻസ് ഉണ്ട്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് തന്നെ വേറൊരു വീഡിയോ ചെയ്യേണ്ടി വരും. പിന്നെ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് 2,250 രൂപ മാസം ഉണ്ടാവും. അതുപോലെ ഹോസ്റ്റൽ സബ്സിഡി 6,750 രൂപ മാസം കുട്ടികൾക്ക് ഉള്ളവർക്ക് അത് കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നിലവിൽ അൺമാരീഡ് അങ്ങ് പിന്നീട് ഒരു മാരേജ് ചെയ്യുമല്ലോ, അപ്പോൾ ഉള്ള കാര്യമാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാനുള്ളത്. നല്ലൊരു അവസരം തന്നെയാണ്. യോഗ്യതയുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ പലരും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, എനിക്ക് നോർമൽ ഡിഗ്രി ഉള്ളൂ, അത് വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന്. വിഡോസിന് മാത്രമേ നോർമൽ ഡിഗ്രി വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റൂ, മറ്റ് നോർമൽ കാറ്റഗറിയിലുള്ളവർക്ക് പറ്റില്ല. അപ്പോൾ 8 ജൂലൈ 2026 അപേക്ഷ തുടങ്ങിയത്. 6 ഓഗസ്റ്റ് 2026 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. പെട്ടെന്ന് അപേക്ഷിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ, സഹോദരിമാർ, അങ്ങനെ ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ ഇടയിൽ അറിയുന്നവരുണ്ടാവും. അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്ക് നല്ലൊരു ഉപകാരം തന്നെയായിരിക്കും ആ ഒരു കാര്യം. അതുപോലെ ഇങ്ങനെയുള്ള അപ്ഡേറ്റ് പ്രോപ്പറായി ലഭിക്കാനായിട്ട് കൃത്യമായി നമ്മളെ ഫോളോ ചെയ്താൽ മാത്രം മതി. എല്ലാ അപ്ഡേറ്റും കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഈ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യേണ്ട ലിങ്കും താഴെ നിങ്ങൾക്ക് ലഭിക്കുന്നതുമായിരിക്കും.